നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ലൈവിൻ്റെ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഇന്നലെ ഞാനൊരു സ്ത്രീയുടെ ഒരു പരസ്യം കണ്ടിയാന്നേ. 2 മക്കളൊക്കെ ഉണ്ട്. എത്രയാ, എനിക്ക് തോന്നുന്നത് ഒരു 8ാം ക്ലാസ്സിലാണ്, 10ാം ക്ലാസ്സിലെങ്ങാട്ട് പഠിക്കുന്ന ഒരു മോനുണ്ട്. അതുപോലെ തന്നെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. പിന്നെ ഭർത്താവ് എന്തോ വിദേശത്താണെന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും അവരുടെ ആ ഒരു പെയ്ഡ് ലൈവിൻ്റെ ഇത് ഞാൻ ഇന്നലെ നോക്കി, എന്തുണ്ട് നോക്കാലോ എന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോഴേക്കും ഇങ്ങനെയാണ് കേട്ടാ. ചാറ്റ് ലൈവ് അതിനെന്ന് പറഞ്ഞാൽ ഒരു മന്തിന് 799 റുപ്യാണ് അവർ ചാർജ് ചെയ്യുന്നത്. അതായത് കോമൺ ആയിട്ട് നമ്മൾ ആ ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് 799 റുപ്യക്ക് നമുക്ക് ഈ ചാറ്റ് ചെയ്യാം അവരുമായിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം സാരി ലൈവ് സാരി ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയെങ്കിൽ, സാരി ഉടുക്കുന്നത് കാണിക്കും, സാരി ഉടുത്തിട്ട് കാണിക്കും, സാരി എങ്ങനെയാണ് ഉടുക്കേണ്ടതെന്ന് കാണിക്കും. അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് 1599 റുപ്യ 1599 റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ബെഡ്റൂമിൽ കിടന്നിട്ട് അവർ സാരി ഉടുക്കുന്നതും അഴിക്കുന്നതും കാണിച്ചു തരും. പിന്നെ വേറെയുണ്ട്. അയ്യോ സോറി കേട്ടാ, ഒരു മന്തല്ല, അതിന് 3 ദിവസത്തേക്കാണ് ചാർജ് ചെയ്യുന്നത്. എൻ്റെ മോനെ, 3 ദിവസത്തേക്ക് ഒരു സാരി അയക്കുന്നതിനും കാണിക്കുന്നത് 500 റുപ്യായിരുന്നു. ഒരു മിനിറ്റ്. ഇനി അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻറ്റ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയുക, നമുക്ക് സ്വകാര്യമായിട്ട് ചാറ്റ് ചെയ്യേണ്ടെങ്കിലും പറയേണ്ടെങ്കിലും ഒക്കെയാണ്. അതിനൊരു മന്തിനെന്ന് പറഞ്ഞാൽ 2399 റുപ്യാന്ന്. ഉയ്യൻ്റെ മക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, അവരെത്ര വരുമാനം ഉണ്ടാക്കുന്നുണ്ട് നീ വീട്ടിലിങ്ങനെ ഇരുന്നിട്ടായിരുന്നു. അപ്പോൾ ആദ്യത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചാറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവരുമായിട്ട് സംസാരിച്ചിരിക്കുക, നമുക്ക് ഏകാന്തതയിൽ എന്ന് പറഞ്ഞാൽ സംസാരിച്ചിരിക്കുക. രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാരി ഉടുക്കുന്നത് കഴിക്കുന്നത്, സാരി ലൈവ് എന്ന് അതിൻ്റെ പേരായിരുന്നു. ഈ സാരി ലൈവിന് വേണ്ടിയിട്ടാണ് ഈ പൈസ മുടക്കേണ്ടത്, 1599 റുപ്യ. പിന്നെ മറ്റേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചാറ്റ് ചെയ്യൽ, അതുപോലെ തന്നെ ഫ്രീ ഏത് സമയത്തും, അതായത് നഷ്ടപാതിരയ്ക്ക് ചിലപ്പോൾ 2 മണിക്ക് വേണമെങ്കിൽ വിളിച്ചു വന്നിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പുലർച്ചെ 4 മണിക്ക് വേണമെങ്കിൽ ചാറ്റ് ചെയ്യാം. ഇനിയിപ്പോഴേ നമുക്ക് രാവിലെ ആകുന്ന സമയം എന്നുണ്ടെങ്കിൽ രാവിലെ വേണമെങ്കിൽ ചാറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ചാറ്റിങ്ങിനാണ് 2399 റുപ്യ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും പറയും ഇതൊക്കെ എല്ലാ നാട്ടിലും ഉള്ളതല്ലേ മാഷേ, എല്ലാ സ്ഥലത്തും. എന്നാലും ഞാനിങ്ങനെ ആലോചിക്കുക, ഇതിൻ്റെയൊക്കെ പ്രേക്ഷകരാരായിരിക്കും? അതാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരു 19 വയസ്സ് എങ്ങനെയായാലും ആ സ്ത്രീക്ക് ഉണ്ടാകും. ഈ 50 വയസ്സിന് കാര്യനെ കാണാൻ വേണ്ടിയിട്ട് ആരായിരിക്കും ഇങ്ങനെയൊരു ലൈവിൽ ഇത് കൊടുക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. നമ്മുടെ സോഷ്യൽ മീഡിയേൻ്റെ ഒരു ഉപയോഗം നോക്കറാ നിങ്ങൾ. എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈറ്റിലായിരിക്കും ഇതൊക്കെ കാണിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ യൂട്യൂബിലൊക്കെയാണ് ഇതിൻ്റെ പരസ്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കുക. യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ, അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ നമ്മളെല്ലാവരും നോക്കുമ്പോൾ ഇതാണ് കാണുന്നത്. അത് തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പല ആൾക്കാരെയും എന്ന് പറഞ്ഞാൽ വഴിതെറ്റിച്ചു വിടും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ വിചാരിക്കുന്നത് ഇതൊരു ഭയങ്കര സംഭവമാണ്, അല്ലെങ്കിൽ കാണിക്കുന്നവൻ കാണിച്ചോട്ടെ, കാണിക്കാത്തവൻ എന്തിനാണ് പോയി നോക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 എന്ന് പറഞ്ഞാൽ ഒരുപാട് ഞരമ്പന്മാരുണ്ടാകും, 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തൊക്കെയോ ആൾക്കാർ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടാകും. പിന്നെ ഇതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതലും വിദേശത്തുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വിദേശത്തുള്ളവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും കടക്കാറായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഉള്ള പൈസ വെച്ചെന്ന് പറഞ്ഞാൽ അവിടെ തിന്നാനും കുടിക്കാനും തന്നെ തികയുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള പരിപാടിക്കും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് ഇങ്ങനെയുള്ള പരിപാടിയിലും കൂടി കയറി കഴിഞ്ഞാൽ പിന്നെ അവസ്ഥ എന്തായിരിക്കും? അതാണ് ഞാൻ പറയുന്നത്. ഇനി ഇത് മാത്രവുമല്ല, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മക്കളുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവറ്റകളെ എപ്പോൾ ഇതിങ്ങനെ അറിയാണ്ടിരിക്കില്ലല്ലോ. എത്രയാ നമ്മളിങ്ങനെ പൊത്തി പിടിക്കുക. കുറേ നാൾ കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ ഇത് എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാവൂലേ? ഇതിൻ്റെ അകത്ത് ഏതൊക്കെ ഒരുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കൂലേ? അത് നിങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ഇവർ ഭയങ്കര പുരോഗമനവാദികളാണ്. ഇതാണ് ഇവരുടെ പുരോഗമനിസം എന്നാണ് പറയുന്നത്. ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, എവിടെ വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ഡ്രസ്സ് ധരിക്കണം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ച് നടക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ മാത്രമല്ല ഞാൻ കുറ്റം പറയുന്നത്, ഇതിനൊക്കെ പോകുന്ന ഈ പുരുഷ വർഗത്തെയും ഞാൻ കുറ്റം പറയുകയാണ്. അതായത് സ്വന്തം മക്കൾക്ക് എന്ന് പറഞ്ഞ ഒരു മുട്ടായി വരെ വാങ്ങിച്ചു കൊടുക്കാത്ത, ഇല്ലെങ്കിൽ സ്വന്തം ഭാര്യയ്ക്ക് ചിലപ്പോഴൊരു സാരി പോലും വാങ്ങിച്ചു കൊടുക്കത്തില്ല. അങ്ങനെയുള്ളവനായിരിക്കും ഈ ലൈവിൽ കയറിയിട്ട് ഇമാതിരി തോന്നിയവാസങ്ങൾ കാണിക്കുന്നത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ, എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ്. അതായത് ആ ഒരു മക്കളുടെ കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കണ്ടേ? അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വീഡിയോ ഇട്ടാൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നീട് എക്സ്ട്രാ പൈസ ഉണ്ടാക്കാം എന്നുള്ള തരത്തിൽ പല ആൾക്കാരെന്ന് പറയുന്നത് ആദ്യമൊക്കെ എന്ന് പറഞ്ഞ് ഈ ഫാമിലി വ്ലോഗിലാണ് തുടങ്ങുന്നത്. ഇതൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോഴെന്ന് പറഞ്ഞാൽ ഇൻകം ഇങ്ങനെ കൂട്ടാം, എങ്ങനെയാണ് അതൊക്കെ നോക്കും. ഇന്നിപ്പോഴുള്ള പല ആൾക്കാരെന്ന് പറഞ്ഞത് പണ്ട് എന്ന് പറഞ്ഞാൽ പല സോഷ്യൽ മീഡിയ സൈറ്റുകളിലും ഉണ്ട് എന്നാണ് കരക്കാർ പറയുന്നത് കേട്ടോ. എനിക്കറിയില്ല കൃത്യമായിട്ട്, കരക്കാർ പറയുന്നത് അങ്ങനെയാണ്.
അതുപോലെ ഇപ്പോഴും ഇവരുടെ കച്ചവടം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് തന്നെയാണ്. അതായത് ഓരോ സൈറ്റുകളിലും അതിൻ്റെ ഇതുവരെ നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് പോലെയുള്ള അങ്ങനെയുള്ള മാധ്യമങ്ങളിൽ വന്നിട്ട് തന്നെയാണ് ഇവരുടെ ഈ കോപ്രായങ്ങൾ മുഴുവൻ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അവരുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവറ്റകൾക്കെല്ലാം എന്തെങ്കിലും ഒന്ന് പറയാൻ കഴിയോ? അല്ലെങ്കിൽ ഇനി കോളേജിലോ എവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ 4 കൂട്ടുകാരുടെ കൂടെ പോയിട്ട് തലയുയർത്തി നടക്കാൻ കഴിയോ? പണ്ടൊക്കെ നമുക്കറിയില്ലേ, ചില ആൾക്കാരുടെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വഴിതെറ്റിപ്പോയി, എന്തുകൊണ്ടാണ്? കുടുംബത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശ്നം കൊണ്ടാണ് എന്നൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കള്ളനായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ക്രിമിനലായി കഴിഞ്ഞാൽ എല്ലാവരും എന്താ പറയുന്നത്? അവൻ്റെ വീട്ടിലെ സാഹചര്യം കൊണ്ടാണ് അവനങ്ങനെ ആയത്, ഇല്ലെങ്കിൽ അവനങ്ങനെ ആവില്ലായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചന്ദ്രേട്ടൻ, ചന്ദ്രേട്ടൻ, പണ്ടത്തെ റിപ്പർ ചന്ദ്രേട്ടനായത് എങ്ങനെയാണെന്ന് ചന്ദ്രേട്ടൻ തന്നെ പറയുന്നുണ്ട്. ആദ്യം തന്നെ മോഷ്ടിച്ചപ്പോഴേ അമ്മേൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തപ്പോഴേ അമ്മ, മോനെ ചന്ദ്ര, ഇത് നന്നായടാ, നിന്നെ ആരെങ്കിലും കണ്ടോടാന്നാണ് ചോദിച്ചത്. നേരെ മറിച്ച് അമ്മ ഇത് മോനെ ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ചന്ദ്രൻ എന്ത് ചെയ്തു? അതുപോലെ റിപ്പറായി. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചന്ദ്രൻ തന്നെ അവസാനം പറയുന്നുണ്ട്, എന്നെ ഇതുപോലെ ആക്കിയതെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയാണ്. ഈ സ്ത്രീ കാരണമാണ് ഞാൻ ഇതുപോലെ ആയത്. ഈ സ്ത്രീയാണ് എന്നെ ഇതുപോലെ ഈ കൊലപാതകയാക്കിയതെന്ന് ചന്ദ്രൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അതുമാത്രവുമല്ല, ചന്ദ്രൻ അവസാനം ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞാൽ അമ്മയെ കാണണമെന്നായിരുന്നു. അങ്ങനെ അമ്മയെ കാണിക്കാൻ കൊണ്ടുവന്നപ്പോൾ പോലും അയാളെ അമ്മയെ കൊലപ്പെടുത്താൻ നോക്കുകയാണ് ചെയ്തത്. അത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. കാരണം ഇന്നത്തെ യുഗത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം മറന്നുപോകും. ഇതൊന്നും നമ്മൾ ഓർമ്മിച്ച് വെക്കത്തില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരുപാട് കുട്ടികളും മയക്കുമരുന്നിൻ്റെയും അതുപോലെ തന്നെ ഇതിൻ്റെയും ഒക്കെ അടിമകളായി തീരുമ്പോഴാണ് പ്രശ്നങ്ങളാണ് വരുന്നത്. കുറേ നാൾ മുമ്പ് എന്ന് പറഞ്ഞാൽ ജോലി കഴിഞ്ഞ് വിജനമായ സ്ഥലത്തോട്ട് പോവുകയായിരുന്നു ഒരു സ്ത്രീയെ ഒരു പയ്യൻ, അതായത് 10-34 വയസ്സുള്ള ഒരു സ്ത്രീയാണ്, അവരെയാണ് 19 വയസ്സ് മാത്രമുള്ള ഒരു പയ്യൻ കയറി പിടിച്ചത്. അതും നമ്മളെ നാട്ടിൽ തന്നെയാണ്, വേറെ എവിടെയല്ല. അന്ന് ആയുസിന്റെ ബലം കൊണ്ട് മാത്രമാണ് അവർ രക്ഷപ്പെട്ടത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇല്ലെങ്കിൽ ആ ജീവനും കൂടി പോയേനെ. അതുപോലെ പലതരത്തിലെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ക്രിമിനൽസുകളും അതുപോലെ ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ കൂടി വരുമ്പോഴേ ഇതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നോക്കണം. അവൻ്റെയൊക്കെ വീട്ടിലുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കണം. അതൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ്റെ വീട്ടിൽ അവൻ ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും ഇവർ ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ അവനെ കൂക്കി വിളിക്കുന്നുണ്ടാകും. അതൊന്നും ഒരു മനുഷ്യൻ പോലും ചോദിക്കാനോ പറയാനോ ഇല്ല. കാരണം ആരോടെങ്കിലും പറയാൻ പറ്റുമോ? അവൻ എന്നെ കൂക്കുന്നു, ഇല്ലെങ്കിൽ ഇവൻ എന്നെ കൂവി വിളിക്കുന്നു. ഇതിനിടയ്ക്ക് ഒരാൾ അഭിമുഖത്തിൽ വന്ന് പറയുകയാണ്, അതായത് മക്കൾക്കൊക്കെ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ എല്ലാവരും പറയുന്നു, നീ ഇന്നാളെ മോനല്ലേ എന്നൊക്കെ എല്ലാവരും പറയുന്നു. അങ്ങനെ ചോദിക്കുമ്പോഴേ ആ കുട്ടികളുടെ മാനസികാവസ്ഥ, എൻ്റെ മക്കൾക്ക് അങ്ങനെയൊന്നുമില്ല, എൻ്റെ മക്കൾക്ക് എല്ലാം അറിയാം, നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എൻ്റെ മക്കൾക്കറിയാം എന്നൊക്കെ ഇവിടെ വലിയ വായിൽ വർത്താനം പറയുന്ന ചില തള്ളച്ചിമാരുണ്ട്. അവരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ മക്കൾക്ക് എല്ലാം അറിയാം, പക്ഷെ ആ മക്കൾ കുറേ നാൾ കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ തിരിയാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തന്നെ ഇമാതിരി തോന്നിവാസ പരിപാടി നിർത്തുകയാണ് വേണ്ടത്. അതായത് നിങ്ങൾക്ക് ചെയ്യോ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്തോ, അതൊന്നും ഒരു കുഴപ്പമല്ല. പക്ഷേ ഈ മക്കളും മക്കൾ ഉണ്ടായിട്ട് ഇമാതിരി തോന്നിവാസം ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എന്താണ് പറയേണ്ടത്? ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസക്ക് വേണ്ടിയിട്ടാണ്. ഇവർ പ്രത്യക്ഷത്തിലൊന്നുമില്ല. അതായത് വളരെ ഡീസൻ്റാണ്. നിനക്ക് എന്താടാ, ഞങ്ങളല്ലേ ഇതാക്കുന്നതെന്ന്. അതായത് ഞങ്ങൾ സാരി ഉടുത്തോണ്ടല്ലേ ലൈവ് ചെയ്യുന്നത് ഇവർ ചോദ്യമാണ്. പക്ഷെ അതിലെന്താണ് കാണിക്കുന്നതെന്ന് മാത്രം ഇവർ പറയത്തില്ല. അവരെന്താണ് കാണുന്നതെന്ന് മാത്രം ഇവർ പറയത്തില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എനിക്ക് പറയാനുള്ള കുറേ നാൾ കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു രീതിയിലേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഇതിന് പ്രോത്സാഹനം നടത്തുന്നവരും അതുപോലെ തന്നെ ഇത് ചില ആൾക്കാർ വന്നിട്ട് നിനക്കെന്താടാ പ്രശ്നം, അവരല്ലേ ചെയ്യുന്നത്, ചേട്ടന് ലിങ്ക് കിട്ടിയിട്ടുണ്ടോ, ഇതൊക്കെ ചോദിക്കുന്നവന്മാരോടും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ മാത്രം ആലോചിച്ചാൽ മതി, വേറെ ഒന്നും ആലോചിക്കേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഇതുപോലെ നടക്കുന്ന ചില ഇംഗ്ലീഷുകാർ ഇങ്ങനെ കാണിച്ചു എന്ന് കരുതിയിട്ട് നമ്മുടെ നാട്ടിലെ കഞ്ഞിയും പയറും കഴിക്കുന്ന ടീമുകൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ മക്കൾ വഴിതെറ്റും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ കുറേ ആൾക്കാർ മയക്കുമരുന്ന് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഇതാ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കനുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക 18 വയസ്സാവുന്നേ ഉള്ളൂ, അവൻ വരെ ഇതിനടിമയാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ്റെ ഉള്ളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോഴേ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു സംഭവം കാണാൻ കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്തോ, നല്ലോണം ചെയ്തോ മക്കളെ. ബൈ.